മഹാദൈവത്തിന്റെ വലിയ നാമത്തിൽ സ്നേഹ വന്ദനം. बड़े परमेश्वर के बड़े नाम में आप सबको प्रेम भरा नमस्कार। വെളിപ്പാട് പുസ്തകത്തിന്റെ 4ാം എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ്. प्रकाशित वाक्य के चौथे एपिसोड में आपका स्वागत है। വളരെ ദീർഘിപ്പിക്കാതെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ പഠനം നമ്മൾ അവസാനിപ്പിക്കുന്നത്. और ज्यादा लंबा नहीं खींचेंगे, बहुत संक्षिप्त रूप में हम इसको बताना चाहते हैं। കേൾക്കുന്നത് ഏവർക്കും ഗ്രഹിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. और जो भी सुनते हैं इस बात को समझ रहे हैं, ऐसा मैं विश्वास करता हूँ। ഈ എപ്പിസോഡിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം, इस एपिसोड में बताने वाला बहुत ही प्रमुख एक बात यह है, വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ, അന്ധവിശ്വാസത്തെ കുറിച്ചാണ്. और प्रकाशित वाक्य के बारे में लोगों के बारे में कुछ अंधविश्वास हैं, उसके बारे में आज चर्चा करेंगे। വെളിപ്പാട് പുസ്തക പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസി സമൂഹത്തെ കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. प्रकाशित वाक्य का अध्ययन का मतलब क्या है कि लोगों को, जो मसीह लोग हैं, जब प्रभु यीशु मसीह दोबारा आगमन होते हैं, उसके लिए तैयार होने के लिए, അതിനായി പഠിക്കാൻ തയ്യാറായിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. और उसके लिए, उसको पढ़ने के लिए और समझने के लिए हम सब तैयार हो जाएं, इसी के लिए इसका अध्ययन करते हैं। വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ചില ഭാഗങ്ങൾക്ക് വ്യാഖ്യാതാക്കൾ ആവശ്യമാണ്. और कुछ प्रकाशित वाक्य जब हम पढ़ते हैं तो उस कुछ रेफरेंस को हमको समझना पढ़ना जरूरी है। എന്നാൽ ദുഃഖകരമായ ഒരു സത്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. लेकिन बहुत दुख देने वाली एक बात को मैं आपको बताना चाहता हूँ। ഇത് വെളിപ്പാട് പുസ്തക പഠനത്തിൽ പറയേണ്ട കാര്യമല്ല. प्रकाशित वाक्य इस अध्ययन में इसको बताना का कोई जरूरत नहीं है। ഈ പുസ്തക പാരായണത്തിൽ ജനത്തിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. और कुछ लोगों को ऐसा कुछ अंधविश्वास है, इसीलिए मैं आप लोग को बताना चाहता हूँ। ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം വായിച്ചാൽ പോരാട്ടമുണ്ടാകും, രോഗമുണ്ടാകും, കഷ്ടതയുണ്ടാകും എന്ന് പൊതുവേ പറയപ്പെടുന്നു. प्रकाशित वाक्य को जो भी पढ़ता है, समझने की कोशिश करता है, उसके जीवन में बहुत सारी कठिनाइयां, परेशानियां आ जाती हैं, ऐसा लोग विश्वास करते हैं। ഏറെ കാലങ്ങൾക്ക് മുമ്പേ ആരണ്ടോ പറഞ്ഞു പിടിപ്പിച്ച കാര്യങ്ങൾ മനുഷ്യൻ പിന്തുടരുകയാണ്. बहुत साल पहले कोई किसी ने ऐसा एक बात को बताया और वहां से ये चलता आ रहा है। ഇത് വായിച്ചാൽ പോരാട്ടമാണ്, इस प्रकाशित वाक्य को पढ़ेंगे आपके जीवन में परेशानी आएगी, കേൾക്കുന്നവരുടെ മേൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, और जो सुनते हैं उनके जीवन में कठिनाइयां आएंगी, അത് അപകടമുണ്ടാക്കാം, മരണം വരെ സംഭവിക്കാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. और वो पढ़ने से एक्सीडेंट हो सकता है और किसी का मृत्यु भी हो सकता है। ഈ അന്ധവിശ്വാസങ്ങളാണ് ഇതിന് ഏറ്റവും വലിയ തടസ്സമായിരിക്കുന്നത്. और ये अंधविश्वास जो है, इसीलिए इस बहुत बड़ा एक रुकावट है। പ്രിയമുള്ളവരെ, ഞാൻ 46 വർഷം കൊണ്ട് വെളിപ്പാട് പുസ്തകം കൈകാര്യം ചെയ്യുന്നവനാണ്. मैं 44 साल से प्रकाशित वाक्य का अध्ययन कर रहा हूँ। എന്റെ 20ാമത്തെ വയസ്സിൽ ദൈവം എന്നെ ആദ്യം പഠിപ്പിച്ച് ഉറപ്പിച്ചതായ ഗ്രന്ഥം വെളിപ്പാട് പുസ്തകമാണ്. और जब मैं 20 साल का था, तब मैं प्रकाशित वाक्य का अध्ययन करके पढ़ा हूँ। ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിയുടെ ചാർട്ടുകൾ ഞാൻ അന്നു മുതലേ വരച്ചു തുടങ്ങി. और उसके बारे में मैं बहुत सारे चित्रकला को भी वहां उस समय से मैं बनाते आ रहा हूँ। പ്രസംഗകർക്കും പഠിപ്പിക്കുന്നവർക്കും സഹായകരമായ ചാർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുകയും വിവരണം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. और जो प्रकाशित वाक्य पढ़ाते थे, उनको ये जो मैं बातों को बता रहा हूँ, वो सब उनको, उनके लिए पढ़ाने के लिए बहुत उचित था। 1979 മുതൽ ഈ 2025 വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. और 1979 से लेकर के आज तक मैंने इस प्रकाशित वाक्य को बहुत जगह पढ़ाया और सिखाया। മിക്കവാറും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും പോയി ഇതേക്കുറിച്ച് പ്രസംഗിക്കാനിടയായിട്ടുണ്ട്. भारत के हर एक स्टेट में, राज्य में जा करके मैं इस प्रकाशित वाक्य को पढ़ाया हूँ। ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ പല സന്ദർഭങ്ങൾ കടന്നുപോയി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. और भारत से बाहर भी जा करके मैं बहुत जगह जा करके प्रकाशित वाक्य को पढ़ाया और सिखाया हूँ। തുടക്കം മുതൽ ഇന്ന് വരെയും വെളിപ്പാട് പുസ്തക പഠനത്തിൽ യാതൊരു പോരാട്ടവും ഉണ്ടായിട്ടില്ല. और जब से मैं इसको पढ़ा हूँ, आज तक मेरे जीवन में कोई भी परेशानी इसके वजह से नहीं हुई। ഇതിൽ കൈവച്ച അന്ന് മുതൽ ഇന്ന് വരെയും ഐശ്വര്യവും അനുഗ്രഹവും എനിക്കുണ്ടായിട്ടുണ്ട്. और जब से मैं इस पर हाथ रखा हूँ, मेरे जीवन में आशीष और चंगाइयां आए हैं। ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. कुछ बातों को मैं इस तरह से सोचता हूँ। ഒരിക്കൽ ഒരു
പൊതു മീറ്റിംഗിൽ एक बार एक मीटिंग में ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ദൈവദാസൻ വന്നു. गेस्ट के रूप में एक पास्टर जी आए। വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചു. प्रकाशित वाक्य में से एक वाक्य को उन्होंने पढ़ा ഒരു പ്രാർത്ഥനയോടൊപ്പം പ്രസംഗം ആരംഭിച്ചു. और एक प्रार्थना के साथ उन्होंने अपना प्रीचिंग शुरू किया। ആദ്യം പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പ്രസംഗിക്കാൻ പോകുന്നത്, പോരാട്ടത്തിന് സാധ്യതയുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. और उन्होंने शुरू में ये एक बात को उन्होंने बता दिया कि मैं प्रकाशन वाक्य में से पढ़ रहा हूँ, इसलिए आपके जीवन में परेशानियां कठिनाइयां आ सकते हैं, इसलिए प्रार्थना कर लो। ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞു. 5 मिनट के बाद एक छोटा सा बच्चा रोता है। പ്രസംഗം വിളിച്ചു പറയുന്നു, ഇതാ പിശാച് കൊച്ചു കുഞ്ഞിൽ കൂടെ പോരാടിയിരിക്കുന്നു. देखो एक शैतान जो है बच्चे के मुख से बात कर रहा है। മറ്റൊരു സന്ദർഭത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി ബൾബ് ഒന്ന് മങ്ങി. और एक बार प्रकाशित वाक्य जगह का प्रचार चल रहा था, वहां पे बल्ब धीरे से बंद हो जाता है। ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പിശാച് ബൾബിൽ കൂടെ പോരാടി എന്ന് പറഞ്ഞു. और उन्होंने ये बताया कि शैतान देखो बल्ब के अंदर से काम कर रहा है। ഇത് വളരെ വ്യർത്ഥമായിട്ടുള്ളതായ കാര്യമാണ്. ये एक बहुत बड़ा अंधविश्वास है। ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. कभी भी हमें ऐसी बातों को नहीं कहनी चाहिए। ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്ന ഏവരും അനുഗ്രഹിക്കപ്പെടും. जो भी प्रकाशित वाक्य को पढ़ते समझते हैं वो आशीष प्राप्त करेंगे। വെളിപ്പാട് പുസ്തകം രേഖയായി നമുക്ക് ലഭിച്ചത് AD 95 ശേഷമാണ്. प्रकाशित वाक्य हमको प्राप्त हुआ कब? 995 को। അതിനു മുമ്പ് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഒന്നുമേ അറിയാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. और उससे पहले कभी भी कोई भी व्यक्ति को प्रकाशित वाक्य के बारे में कुछ नहीं मालूम था। ആ കാലഘട്ടത്തിൽ രോഗവും പരീക്ഷയും അഗ്നിശോധനയും മരണവും സംഭവിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. और उससे पहले जितने मृत्यु और शोक और मृत्यु के साथ में जो बीमारियां थी वो आज नहीं देखने को मिलता है। സകല മനുഷ്യരുടെയും ശരീരം മൺമയമായ ശരീരമാണ്. और हम जानते हैं कि हमारा शरीर मिट्टी का बना है। അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ആരും ഭാരപ്പെട്ട് ഞരങ്ങുകയാണ്. और जो भी इस शरीर में रहता है हमेशा वो दुखदाई और जो कष्ट में रहता है। വാർദ്ധക്യത്തിലോട്ട് എത്തുന്തോറും എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും വേദനയും പ്രയാസവും കൊണ്ട് ഞരങ്ങുകയാണ്. जैसे एक व्यक्ति बूढ़ा होता है तो उसके शरीर में बहुत सारे प्रयास, कठिनाइयां, कष्ट और पीड़ाएं आ जाती है। സകല ജാതി മതസ്ഥർക്കും സകല മനുഷ്യർക്കും ഇത് ബാധകമാണ്. और ये हर एक मनुष्य पर ये एक ही वजह से काम करता है। അതുകൊണ്ട് രോഗവും പോരാട്ടവും പരീക്ഷ എന്ന് പറയുന്നതിന് മറ്റൊരു കാര്യം ഞാൻ ബൈബിളിലെ വാക്യങ്ങൾ ഉദ്ധരിക്കുക. और ये जो कठिनाइयां परेशानियां मनुष्य के जीवन में आता है उसके बारे में दूसरा एक बात बताना चाहता हूं। ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, इय्योब का किताब उसका 14 अध्याय में इस तरह से कहते हैं, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. अय्यूब का किताब उसका 14 अध्याय का पहला वाक्य में इस तरह से कहते हैं कि स्त्री से जन्मा मनुष्य अल्पायु होता है, उसका सारा जीवन दुख से भरा रहता है। അത് വിശുദ്ധനും അശുദ്ധനും ബാധകമാണ്. वो अशुद्ध व्यक्ति और पवित्र व्यक्ति पर भी ऐसा ही होता है। ഏത് പാപിക്കും ഏത് വിശുദ്ധനും ഇത് ബാധകമാണ്. ये कोई भी पापी हो या पवित्र जन हो, सबके ऊपर ये बाधक है। 1 തെസ്സലോനിക്കർ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, पहला തെസ്സലോനിക്ക उसका तीसरा वाक्य में लिखा है, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. पहला തെസ്സലോനിക്ക 3:3 में लिखा है कि इन विपत्तियों के कारण विचलित ना हो। കഷ്ടത ജീവിതത്തോടൊപ്പം ദൈവം നൽകിയ ഒരു നിയമനമായിട്ടാണ് അവിടെ വായിക്കുന്നത്. और वहां पे हम ये देखते हैं कि हमारे जीवन में या मनुष्य के जीवन में कष्ट और प्रयास हमेशा बनी रहती है। ഫിലിപ്പിയർ 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. फिलिपियों का 1 का 29 में ऐसा लिखा है कि
आप लोगों को न केवल मसीह के विश्वास करने का बल्कि उनके कारण दुख भोगने का भी वरदान मिला है। ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും കഷ്ടത ഉണ്ട് എന്ന് തന്നെയാണ് ആ വാക്യം തെളിയിക്കുന്നത്. उसका मतलब यह है कि जो भी प्रभु यीशु मसीह पर विश्वास करता है उनके जीवन में कष्ट प्रयास होंगे जरूर। അതൊരു വരം നൽകിയിരിക്കുന്നു എന്നാണ്. वो एक वरदान है। ഒന്നിനു പുറകെ ഒന്നായി വിട്ടുമാറാത്തതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. एक के बाद एक करके बहुत सारे कष्ट प्रयास प्रश्न हमारे जीवन में आते रहते हैं। 1 പത്രോസ് 5:10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, पहला पत्रस उसका 5:10 में इस तरह से लिखा है, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. परमेश्वर ने जो संपूर्ण अनुग्रह का श्रोता है आप लोगों को यीशु मसीह में अपने शाश्वत महिमा का भागीदार बनाने के लिए बुलाया है। പത്രോസ് വീണ്ടും പറയുന്നു, പരീക്ഷയ്ക്കായിട്ടുള്ള അഗ്നിശോധനയുണ്ടെന്നാണ്. और यीशु मसीह ये कहते हैं कि परीक्षा का बहुत बड़ा एक काम वहां पे आया है। അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 5:3 വാക്യത്തിൽ പറയുന്നു, और इसलिए रोमर का किताब में पौलुस इस तरह से लिखते हैं, കഷ്ടത പ്രശംസനീയമാണ്. और हमारे जीवन में कष्ट बहुत ही अच्छा काम है। ഫിലിപ്പിയർ 2:27 വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തി ചെയ്ത ഒരു സുവിശേഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. और फिलिपिया 2:27 में इस तरह से लिखा है, ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം എന്നൊരു സുവിശേഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. और बीमारी के कारण मैं बहुत ही ज्यादा मरने के जैसे आ चुका हूँ। ഫിലിപ്പിയർ 3:11 വാക്യത്തിൽ फिलिपियर 3:14 में लिखा है, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മകളെയും അനുഭവിച്ചറിയണമെന്ന് പറഞ്ഞിരിക്കുന്നു. और उस समय कष्ट से भी ज्यादा बहुत बड़ा पुरस्कार मिलने वाला है। ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് റോമർ 8:18 വാക്യത്തിൽ പറയുകയാണ്, और सब कुछ कहने के बाद रोमियो का 8:18 में लिखा है, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. जब मैं महिमा में प्रकट होने के बाद को सोचता हूं तो इस समय का दुख नगण्य है। ഈ ഭൂമിയിൽ ഏതൊരു സുവിശേഷകനും ഏതൊരു പാസ്റ്റർക്കും ഏതൊരു അപ്പോസ്തലനും ഏതൊരു പ്രവാചകനും കഷ്ടതയുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. और इस दुनिया में जो भी रहता है उसके जीवन में कष्ट परेशानी दुख हमेशा आते रहते हैं। ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ അന്ധവിശ്വാസങ്ങളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. और एक और बात में जो हमारे बीच में अंधविश्वास है उसके बारे में मैं बताना चाहता हूं। വെളിപ്പാട് പുസ്തകം കൈകൊണ്ട് എടുക്കാത്തവരും വായിക്കാത്തവരുമായ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. और प्रकाशित वाक्य जो नहीं पढ़ा है उससे बहुत सारे लोग हैं। അങ്ങനെയുള്ളവർക്കും അപകടങ്ങൾ, ആപത്തുകൾ, പോരാട്ടങ്ങൾ അനവധിയാണ്. और वो इन लोगों के बीच में भी बहुत सारे कष्ट प्रयास उनके जीवन में है। വെളിപ്പാട് പുസ്തകം വായിച്ചത് കൊണ്ടല്ല അവർക്കത് വരുന്നത്. प्रकाशित वाक्य नहीं पढ़ने के बावजूद ऐसे उनके जीवन में नहीं आया है। വെളിപ്പാട് പുസ്തകം വായിക്കാത്ത ഒരു വ്യക്തി ബാത്റൂമിൽ വീണ് കാല് 3 ഒടിഞ്ഞിട്ടുണ്ട്. और जो प्रकाशित वाक्य अध्ययन नहीं किया वो बाथरूम में गिर के उनका पैर टूट जाता है। വീടിനകത്തായാലും പുറത്തായാലും സംഭവങ്ങൾ ഉണ്ടാകും. और घर में अंदर में हो या बाहर में हो आपके बीच में कोई ना कोई कष्ट आता रहता അത് है। വെളിപ്പാട് പുസ്തകം വായിച്ച് ധ്യാനിച്ചത് കൊണ്ട് വരുന്നതല്ല. और प्रकाशित वाक्य का ध्यान करने से ऐसा नहीं हुआ है। ഒരു കാര്യം കൂടെ പറയാം. एक और बात को बताना चाहता हूँ। വെളിപ്പാട് പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നവർ ദൈവത്താൽ സുരക്ഷിതരാണ്. और जो भी प्रकाशित वाक्य को पढ़ते हैं अध्ययन करते हैं परमेश्वर उनका बातों को देखते हैं। അവരുടെ മേൽ ദൈവദൂതന്മാരുടെ പരിപാലനമുണ്ട്. और उनके जीवन में परमेश्वर के दूतगण उनके बीच में काम करते हैं। എന്നാൽ അവരിലും കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ചുള്ള എല്ലാവിധമായ രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. और लेकिन उनके बीच में भी अलग अलग तरीके के रोग और जीवन में प्रयास आते हैं। നിരന്തരമായി യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നിരിക്കാം. अगर आप गाड़ी चलाने वाले हैं तो आप एक्सीडेंट भी हो सकता है। പലവിധമായ രോഗങ്ങളിൽ ചിലപ്പോൾ മാരക രോഗം ഉണ്ടായെന്നിരിക്കാം. और कुछ ऐसे बीमारी आ सकते हैं जो बहुत ही कठिन हो सकता है। ഭക്തനായാലും അഭക്തനായാലും ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം
അത്രത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്ന ഒരു അനുഭവമാണത്. आप चाहे भक्त जन हो या नहीं हो, आपके जीवन में या किसी के भी जीवन में प्रयास कठिनाई आते रहते हैं। വെളിപ്പാട് പുസ്തകം വായിച്ചത് കൊണ്ടല്ല അത് സംഭവിക്കുന്നത്. प्रकाशित वाक्य पढ़ने की वजह से नहीं हुआ है। ബൈബിൾ പറയുന്നു, वचन कहता है, വെളിപ്പാട് പുസ്തകത്തിന് ആമുഖമായ 1-ാമത്തെ വാക്യം മുതൽ പറയുന്നു, पहला वचन से पहला वाक्य से ऐसा कहते हैं, ഇത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. प्रभु यीशु मसीह का प्रकाशित वाक्य है। സ്വർഗത്തിൽ നിന്നും മനുഷ്യന് വേണ്ടി കർത്താവ് നൽകിയതാണ്. स्वर्ग से उतर के आया हमारा प्रभु यीशु मसीह का है। ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. जो भी इसको पढ़ के सुनाता है वो भाग्यवान है। അത് കേൾക്കുന്നവർ ഭാഗ്യവാൻ. जो उनको सुनता है वो भी भाग्यवान है। അത് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. जो उनका अनुसरण करता है उससे भी बड़ा आशीष पाता है। വെളിപ്പാട് പുസ്തകത്തെ തൊട്ടാൽ അത് അനുഗ്രഹം തന്നെയാണ്, ഭാഗ്യം തന്നെയാണ്. जो भी प्रकाशित वाक्य छूता है वो उसके जीवन में आशीष आते हैं। അവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ വിട്ട് അടുത്ത പഠനത്തിലേക്ക് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. अंधविश्वास को हम छोड़ करके अगले एपिसोड को हम ध्यान देंगे। ഇതിൽ ഏവർക്കും ദൈവ അനുഗ്രഹം വെച്ചിട്ടുണ്ട്. इसमें आप सबको आशीष रखा हुआ है। ഹല്ലേലൂയ. हालेलुया। ദൈവം അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीष दे।